അനീഷനായിരുന്നു കിച്ചന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഈ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുമ്പോ ഫുൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി നമ്മുടെ സ്റ്റോർ റൂമിൽ അത് മെയിൻ കാരണം അതെ രണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നു നമ്മുടെ ഫാമിലി എല്ലാം വന്നു പോയതിനു ശേഷം നമ്മളെല്ലാരും സ്വഭാവം മാറി. അത് മൂന്ന് പുള്ളി നേരത്തെ പറഞ്ഞതുപോലെ എന്തോ കിച്ചൺ എന്തോ അരി പഠിക്കാനായിട്ട് ഞാൻ പുള്ളിയെ ഏൽപ്പിക്കും. കാരണം ഞാൻ ഒരു ജോലി ചെയ്യും, പുള്ളി ഒരു ജോലി ചെയ്യും, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചിങ്ങനെ കുക്കിങ്ങിനെ പറ്റി അറിയാവുന്നത് എനിക്ക് ഒലിയിലായിരുന്നു, പുള്ളിക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ ഞാൻ ചേട്ടൻ പഠിക്കുമോ ഞാൻ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞിട്ട് ക്യാമറ എനിക്ക് ഫോക്കസ് ആണോ അല്ലേന്ന് നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇല്ലാത്ത കഥകളാണ് പുള്ളി ഇവിടെ ഉണ്ടാക്കി നടക്കുന്നത്. അതായത് ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു നിങ്ങൾ അതെ അതെ അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് പറയാനായിട്ട്. അനീഷേട്ടന് പറയാൻ കാരണം പുള്ളി പൊതുവെ പ്രശ്നമില്ലാത്തൊരു വീക്കായിരുന്നു. ഈ ലാലേട്ടൻ വീണ്ടും തന്നെ പോകുന്ന കണ്ടിട്ട് ഭയങ്കര വീണ്ടും മേക്കപ്പ് ഇല്ലില്ല. പക്ഷെ എന്താ പറഞ്ഞ 40 വയസ്സിന്റെ അനീഷ് 40 വയസ്സാകുമ്പോൾ മീശ വരുന്നു പറഞ്ഞു. ഞാൻ കേട്ടു 40 വയസ്സാകുമ്പോഴേ മീശ വരുമല്ലോ അക്ബറിന്. അതല്ല അനീഷേട്ടൻ പറഞ്ഞാണ്. അനീഷേട്ടനോട് ഇതിനഭിപ്രായം പറഞ്ഞാൽ അതും പ്രശ്നമാകും. അങ്ങനെ ഞാനത് ഓക്കെ പറഞ്ഞു. അനീഷേട്ടൻ തന്നെ നമ്മളെടുത്ത് നമ്മുടെ ടീമിൽ ഐക്യമുള്ള ടീമാണ്, ഞങ്ങൾ ഭയങ്കര ഐക്യമുള്ള കിച്ചൺ ടീമാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് എല്ലാവരും പറയും. ഞങ്ങൾ ഉള്ളിൽ വന്നിട്ട് ചെറിയ ഇതാക്കിയിട്ട് ഇവിടെ അനീഷേട്ടനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും അനീഷേട്ടനെതിരാവണം. അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളെല്ലാവരും പുള്ളിക്ക് എതിരെയാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ കിച്ചൺ ടീമിൽ ഞാനും ഒനീലും ഉണ്ട്. അപ്പൊ ഒനീലിന്റെ അടുത്ത് പോയിട്ട് ചായ ഉണ്ടാക്കണം കാരണം അപ്പൊ വരാം. നമ്മളെടുത്തിന്റെ അടുത്ത് അക്ബർ വരുമ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിലും അനീഷേട്ടൻ ഒരേ ടീമിലിരുന്നു. അപ്പൊ ആദിലിനെ വാ വരൂ വാ. അപ്പൊ ഞാൻ അതിലടുത്ത് പറഞ്ഞു നിന്റെ ക്യാപ്റ്റനല്ലേ എനിക്ക് എല്ലാട്ടെ ഇതൊക്കെ ആള്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അനീഷേട്ടൻ നമ്മളെ ക്യാപ്റ്റനെ വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അനുമോള് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓക്കെ ആവുള്ളൂ. അപ്പൊ ഞാൻ അവരെ പോയി വിളിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിച്ചണിലേക്ക് എത്തണം, എന്നാലേ കൃത്യമായിട്ട് ജോലികൾ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ലോകമടിച്ചാണ്, അതുകൊണ്ടാണ് കഴിഞ്ഞ വീക്കിൽ അങ്ങനെ വിളിക്കേണ്ടി വന്നത്. അപ്പൊ അത് ഇവരുടെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവര് അത് എടുത്തിടും. അത് അവരുടെ ഒരു നയമാണ് അങ്ങനെ. കാരണം എന്നെ തളർത്താനോ തകർക്കാനോ ഉള്ള ഒരു നയമായിട്ട് അവർ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് സത്യത്തിൽ. രണ്ടുപേരല്ലേ ജയിലിൽ പോകുന്നത് നല്ലതായിട്ട് മര്യാദയ്ക്ക് ഇരിക്കാനാണ്. അവിടുന്ന് ഏറ്റവും വലിയ വഴക്കുകളിലേക്ക് പോയത് ആണോ? ആദ്യം ഞങ്ങൾ നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഭയങ്കര സുഹൃത്തുക്കളല്ലേ നിങ്ങള്? അതെ അല്ല അനീഷ് സുഹൃത്തുക്കളല്ലേ? ചിലപ്പോ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നത് സത്യമാണ്. പക്ഷെ സുഹൃത്തുക്കളാണ്. ശരി. എന്നിട്ട് എന്തായിരുന്നു ഭയങ്കര വഴക്ക്? മാവെടുത്ത് മുഖത്ത് ഒഴിച്ചു. അപ്പൊ വേറൊരാള് വന്നു. മുഖത്ത് ഒഴിച്ചിട്ടൊന്നുമില്ല. ലക്ഷ്മി കണ്ടോ ഒഴിക്കുന്നത്? ഒഴിക്കുന്നതല്ല കണ്ടേ. ഞാൻ അവിടെ ഒഴിക്കുന്നതല്ല കണ്ടേ. ഞാൻ അവിടെ ചെന്നപ്പോ തലയിലുണ്ടായിരുന്നു മാവിന്റേത്. ഇല്ല, ഇദ്ദേഹത്തുള്ളത് ഓൾറെഡി ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ എടുത്ത് തുടച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തലയിലുള്ളത് മാത്രമേ തുടച്ച് കളഞ്ഞത് ഞാൻ കണ്ടില്ല. ബിന്നി പറഞ്ഞതാ. കുറച്ച് ഇവിടുത്തെ പൊസിഷനിൽ തലയിൽ വീണിട്ടുണ്ടായിരുന്നു. ആ തവിയിൽ അധികം ഇല്ലായിരുന്നു. തവി എടുത്തിട്ട് ഇങ്ങനെ കുടയുമാണ് ചെയ്തത്. തവിയിൽ കോരിയെടുക്കുകയല്ല ചെയ്തത്. തവിയിൽ ദേഹത്ത് കുറച്ച് 1-2-3 ഡോട്ട്സ് ആ തവിയിൽ ഉണ്ടായിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് മാവ് ആട്ടാനായിരുന്നു തന്നിരുന്നത്. അപ്പൊ അരി തന്നിട്ടുണ്ട്, ഉഴുന്നു തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്തു. അരിയുടെ പോഷൻ മൊത്തം അനീഷ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഉഴുന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് 2 പേരും ഒന്നിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ ബിഗ് ബോസിനോട് ഞാൻ പറഞ്ഞു, ബിഗ് ബോസ് അരി അനീഷ് ആട്ടുമ്പോ മാവ് ഞാനാണ് ആട്ടുന്നത്, അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഉണ്ടാതിരുന്നു. ഇത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് ക്യാപ്റ്റനോട് വന്നിട്ട് ഈ അവസരം മുതലെടുത്തിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, ബിഗ് ബോസ് നിങ്ങളുടെ 2 പേരോട് ഒന്നിച്ചാണ് ടാസ്ക് ചെയ്യാൻ പറഞ്ഞത്.
അപ്പൊ ഞാൻ പറഞ്ഞു ബിഗ് ബോസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റില്ല, രണ്ടാളും ഒന്നിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോ പിന്നെ അത് വഴക്കായി. എനിക്ക് ഈ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങളും മൂത്രശക്തിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ നീര് പോകാനുള്ള മരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഈ ടാസ്കിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഹിന്ദി ഒന്ന് തുറന്നിരുന്നേ, ഇത് ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പൊ തുറക്കില്ല, ഞാൻ ടാസ്ക് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിന്നിയോട് പറഞ്ഞു, പിന്നെ ടാസ്ക് കഴിഞ്ഞില്ലേ, എനിക്കൊന്ന് തുറന്നു തന്നു പറഞ്ഞു. അങ്ങനെ അവള് ഇതിനകത്തോട്ട് വന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുമോ, ജാമി കൊണ്ടുവരുന്നില്ല, ജയിലിൽ തുറന്നു വരുന്നില്ല. അപ്പൊ എനിക്ക് എന്തായാലും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അതിൽ അനീഷ് ഉച്ചത്തിൽ വിളിച്ചു, ആര്യൻ നിന്ന് വിളിച്ചു കേട്ടോ. അത് കേട്ടപ്പോ ആര്യൻ അവിടെ വന്നു, ആര്യനോട് പറഞ്ഞു ബിന്നിയോട് ഒന്ന് വന്നിട്ട് തുറന്നു തരാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഇവൻ വന്നിട്ട് ബിന്നിയോട് വന്ന് പറഞ്ഞു. ബിന്നി അവിടെ വന്നേക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് ജയിലിനകത്തോട് തലക്കിട്ട് പറഞ്ഞു ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ തുറന്നുതരാൻ. അങ്ങനെ സത്യമാണല്ലേ അല്ലെ? സത്യമാണ്. ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് ദയവ് ചെയ്തൊന്ന് തുറന്നു തരുമെന്ന് പറയോ? ഇതിന്റെ അവതാരത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞപ്പോ അവൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞത്. ഈ സമയത്താണ് എന്റെ കയ്യിലൊരു ഞാനിത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വാഷ്റൂമിൽ വന്ന് കൈ കഴുകി വാഷ്റൂമിൽ പോയി വൃത്തിയായിട്ട് ഒറ്റയെടുത്തിന് ഉഴുതുമാവ് അരക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അതെല്ലാം വടിച്ചെടുത്ത് മറ്റേ പാത്രത്തിലാക്കി എല്ലാം കയ്യിലെല്ലാം കുടഞ്ഞ് ബാക്കി ആയിപ്പോ എന്തെങ്കിലും ഒരു തുള്ളി ഉണ്ടാവും. എനിക്ക് ഇവിടെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തപ്പോ എന്റെ വീട്ടുകാര് വൈഫിന് നീ വീട്ടിലെ വൈഫിനോട് പറയണ മാതിരി എന്നോട് പറയേണ്ട അവർക്ക് വേറൊക്കെ അവിടെ യൂസ് ചെയ്തപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനാക്കി അതിൽ 2 തുള്ളി പോയിട്ട് ഒന്ന് ബാക്ക് ഇവിടെ 2 പറഞ്ഞ പോലെ തന്നെ 2 ഡോട്ടും വന്നു, തലയിൽ ഇവിടെ ഒരു ഡോട്ടും വന്നു. ഇതാണ് ഞാൻ മാവ് എറിഞ്ഞു പറഞ്ഞു. ഇവിടുത്തെ ഷാനവാസിനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തത് ഞാനും കൂടെ ആയിരുന്നു. അത് ചെയ്തത് തന്നെ ഇവിടെ ഭക്ഷണം മറ്റൊന്ന് പ്ലേറ്റ് ഇങ്ങനെ തെറിപ്പിച്ച് വളരെ മോശമുള്ള രീതിയിൽ ചൂലെടുത്തായിരുന്നു. പിന്നെ ഡൈനിങ് ടേബിൾ നാളെ തന്നെ അത് വൃത്തിയാക്കുന്നത്. അപ്പൊ എന്തുമാത്രം ഇറങ്ങി എന്നുള്ളതല്ല, പിന്നെയും ഭക്ഷണ സാധനം തന്നെ ഇറങ്ങി. എന്തിനാണോ ജയിലിൽ പോയ അതേ കാര്യത്തിന് വീണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ എടി കോടി ആണുങ്ങളെ കണ്ടിട്ടില്ല അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്നെ പിന്നെയും പ്രൊവോക്ക് ചെയ്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എടി കോടി വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന്. പുരുഷവിരോധി തമ്പുരാട്ടി. പുരുഷവിരോധി തമ്പുരാട്ടി. ഞാൻ ഇന്ന് വരെ ഈ ലക്ഷ്മി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്ന് വരെ ലക്ഷ്മിയുടെ അടുത്തോട്ട് പ്രൊവോക്ക് ചെയ്യാനോ ലക്ഷ്മിയുടെ അടുത്തോട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണം ഇന്ന് വരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ആരോടെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഏറ്റുപിടിച്ചിട്ട് ലക്ഷ്മി ഇങ്ങോട്ട് വരാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ കൗണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വന്നു പോകുന്നതാണ്. അതിന് ചിലപ്പോൾ ഇതിനകത്ത് തെറ്റുണ്ടാവും, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇന്ന് വരെ ഞാൻ ലക്ഷ്മിയുടെ പിന്നാലെ പോയിട്ടില്ല. ലക്ഷ്മി എന്ത് പിന്നാലെ വരുന്നത് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അല്ലല്ല, ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പോയത്. അതെന്താന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോഴും ഒരു 2-3 മണിക്കൂറായിട്ട് അനീഷേട്ടൻ മാത്രം ചെയ്യുന്നത് പുള്ളി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ അന്വേഷിച്ചു ഇതെന്താ 2 പേരും കൂടെ ചെയ്യണമെന്നല്ലേ ബിഗ് ബോസ് ഇപ്പൊ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം എനിക്കറിയില്ല. അപ്പോഴാണ് പറഞ്ഞത് ബിഗ് ബോസിനോട് പറഞ്ഞു റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ ഞാൻ ബിഗ് ബോസ് അതല്ലേ പറഞ്ഞത് 2 പേരും കൂടെ ചെയ്യാനല്ലേ പറഞ്ഞു, 2 പേരും കൂടെ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ നീ ആരാ, നീ ക്യാപ്റ്റൻ ആരാ, നീ ഏത് ക്യാപ്റ്റൻ, നീ പോയി സീനടി അങ്ങനെ ഇങ്ങനെ മറ്റേ വർഷം എന്നെ ഇങ്ങോട്ട് ആദ്യം പ്രൊവോക്ക് ചെയ്യുക ചെയ്തത്. ക്യാപ്റ്റൻ എന്തെങ്കിലും പവർ ഉണ്ടോ എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പോയി വന്നതിന് ശേഷം നമുക്ക് അവിടെ മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിന്റെ ഇടയ്ക്ക് അതായത് നെക്സ്റ്റ് റൗണ്ടാണ്, ഞങ്ങൾ അടിക്കുന്ന റൗണ്ടിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷാനവാസിയൊക്കെ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ ടാസ്ക് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നു. ശരി തന്നെ അകത്തേക്ക് വന്നു. ക്യാപ്റ്റന് പവർ ഉണ്ടോ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കുറച്ച് ഡിലേ ആക്കിയത്. അപ്പോഴത്തേക്കും ആദ്യം വന്ന് പറഞ്ഞു അവര് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നു. അപ്പൊ ഞാൻ ഓക്കെ ക്യാപ്റ്റൻ ഒരു വിലയില്ല, ക്യാപ്റ്റൻ നീ അതായത് പെണ്ണായതുകൊണ്ട് പെണ്ണായതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കില്ല. ഭയങ്കര ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത് തന്നെ. റിപ്ലൈ അല്ല, മാന്യമായിട്ടുള്ള റിപ്ലൈ അല്ല ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് തമാശ രീതിയിലാണ് പറഞ്ഞത് ക്യാപ്റ്റൻ എന്തായാലും ക്യാപ്റ്റൻ വിചാരിക്കണമല്ലോ തോക്കാൻ, എന്നാൽ ചുമ്മാ ഒരു തമാശക്ക് ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ ഒന്ന് സൂപ്പറാണെന്ന് പറഞ്ഞേക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് പ്രൊവോക്കായി. അപ്പൊ പെണ്ണായതുകൊണ്ട് പറയില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ മുതലെടുക്കുന്നു എന്നുള്ളത് വാശിക്ക് പറയില്ല. പുള്ളിക്ക് അപ്പൊ മൂത്രം ഒഴിക്കണം എന്നുള്ളത് അർജന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു വഴക്ക് കാരണം എത്ര നേരം ഡിലേ ആയി.
അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്. എനിക്ക് അർജന്റ് ആയിരുന്നു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ബിനി കളിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്തേനെ. അങ്ങനെ ഒരു വാക്കേ അവിടെ സംസാരിച്ചിട്ടില്ല. എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്റെ കെട്ടിയും പെൺകോന്തനാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലുള്ളവരെ ഭരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഭരിക്കാൻ വരരുത് പറഞ്ഞു. അപ്പൊ മാവെടുത്ത് എന്നെ എറിഞ്ഞു, എന്റെ മാവെടുത്ത് എറിഞ്ഞു. അപ്പൊ ഞാൻ പ്രൊവോക്ഡ് ആയി. എന്തായാലും ഒരു കാര്യം പറയാം, ഇതില് മാവെറിഞ്ഞോ അല്ലെങ്കിൽ ആരാണ് എപ്പോഴും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ആ സമയത്ത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ കള്ളം പറയുന്നോ സത്യം പറയുന്നോ എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാം, നിങ്ങൾ പറയുന്നതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അക്ബർ എന്താ പാട്ട് പാടിയോ ജയിലിൽ? എന്തായിരുന്നു പാട്ടായിരുന്നു? സീരിയൽ താരമ ഷോനവാസ് ഷോനവാസ് മുണ്ടുട് ജും തജും 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 ഈശ പിരിച്ചത് ജും തജും 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 കത്തിട് ജും തജും 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 കത്തിട് ജയ്ക്കോട് ജും തജും 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 മാസ് കാണിക്കുക അല്ലെങ്കിൽ കൂട്ടുന്നവൻ ഷോയാണ്. അപ്പൊ ജയിലിൽ പറഞ്ഞയക്കുന്നത് തന്നെ നന്നാകാൻ പറ്റും. നമുക്ക് കൂടുതൽ ആളുകളെ ജയിലിലേക്ക് അയക്കാം ഇരിക്കും. അപ്പൊ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക, എല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്.